ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ +1 ഇംഗ്ലീഷ് എക്സാമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എനിക്ക് പനിയും അതേപോലെ തന്നെ ജലദോഷവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ കുഴപ്പമില്ലാണ്ട് തന്നെ എക്സാം എഴുതി എന്നുള്ള ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ട്. എനിക്ക് പറ്റിയൊരു വലിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ 23rd ക്വസ്റ്റ്യനിലെ ഇമെയിലിൻ്റെ ഫോർമാറ്റ് ചെറുതായി തെറ്റിച്ച് വെച്ചു. ഞാൻ സബ്ജക്റ്റും അതേപോലെ തന്നെ വേറെ എന്തോ ഒരു കാര്യം എഴുതിയിട്ടില്ല എന്നാണ് വേറെ എന്തോ ഒരു കാര്യം എഴുതിയിട്ടില്ല. അപ്പം 2 to 3 മാർക്സ് അവിടെ തന്നെ എന്തായാലും പോകും. ബാക്കിയെല്ലാ ക്വസ്റ്റ്യനിലും ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. പ്ലസ് കിട്ടുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വാട്ടെവർ എന്താവട്ടെ, ലാംഗ്വേജ് ഇല്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എക്സാം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇതന്നെ കുഴപ്പമില്ലാത്തൊരു എക്സാം എന്ന് പറയാം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുള്ളതും കൂടി കമൻറ്റ് ബോക്സിൽ പറയുക. കാരണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്യാവശ്യം ടൈം ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുള്ളതും കൂടി കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, ചില 1 വേർഡ്സ് മാത്രം ഞാൻ പറയാം. അല്ലാത്ത 2 മാർക്സ് 3 മാർക്സ് ക്വസ്റ്റ്യനും കൂടി ഞാൻ പറയാം. ബാക്കി ഞാനൊന്നും പറയുന്നില്ല, കാരണം അത് എഴുതേണ്ടതല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയത് മാഗിയാണ്, ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതി. തേർഡ് ക്വസ്റ്റ്യനും എഴുതി. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യനും എഴുതി. ദെൻ 5th ക്വസ്റ്റ്യനും എഴുതി. 6th ക്വസ്റ്റ്യനും നല്ല സിമ്പിൾ ആയിരുന്നു. ദെൻ 7th ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ ആയതുകൊണ്ട് ഞാൻ പറയാത്തത്, അത് വേർഡ്സാക്കി എഴുതിണ്ടല്ലേ. ദെൻ 9ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 11 എഴുതിയിട്ടുണ്ട്. 12 ഞാൻ എഴുതിയിട്ടുണ്ട്. കാരണം എനിക്കത് സംശയമുണ്ട് തെറ്റുമെന്ന്. 11, 12 ഏതോ ഒന്ന് തെറ്റും എന്തായാലും. അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി. 14 എഴുതി. 15 എഴുതി. 16 ഞാൻ എഴുതിയിട്ടില്ല. 17 എഴുതി. 18 എഴുതി. അപ്പോൾ തന്നെ 5 ക്വസ്റ്റ്യൻസ് ആയില്ല, അത്ര ഞാൻ എഴുതിയിട്ടുള്ളൂ. ദെൻ 6 മാർക്കിൻ്റെ സെക്ഷനിൽ വന്നിട്ട് പ്രൊഫൈൽ എഴുതി. അതേപോലെ തന്നെ ലൈവ് TV റിപ്പോർട്ട് എഴുതി. ദെൻ ഇമെയിലാണ് ഞാൻ നല്ല ഡിസപ്പോയിൻറ്റഡ് ആയത്. കാരണം ഇമെയിൽ ഞാൻ ഫോർമാറ്റ് നല്ല രീതിക്ക് തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെന്തായാലും 2 to 3 മാർക്സ് ഉറപ്പായിട്ടും പോകും. ദെൻ ഫോർമാറ്റ് തെറ്റിച്ചുകൊണ്ട് മാത്രം, പിന്നെ എഴുതാത്തതിനും കൂടി എന്തായാലും പോകും. എന്തായാലും 2 മാർക്ക് തന്നെ കിട്ടിയ ഭാഗ്യം ഇമെയിലിന്. അപ്പോൾ അതങ്ങനെ. ദെൻ 25th ക്വസ്റ്റ്യൻ ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച്, അതും എഴുതി. ദെൻ 26, 27 ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതിയിട്ടില്ല. അപ്പോൾ ഈ റിവ്യൂ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.